എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്വാൺ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇഷ്യൂ ഇന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഇന്ന് നിഫ്റ്റി ആദ്യം ഇന്ന് മോർണിംഗ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു താഴേക്ക് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് കയറി ഇന്നലത്തെ ക്ലോസിങ്ങിനെ കാട്ടി ഇന്നത്തെ ഹൈയുടെ ഭാഗത്തൊക്കെ തന്നെയാണ് അവൻ്റെ ക്ലോസ് ചെയ്തേക്കുന്നത്. നിഫ്റ്റി നല്ലൊരു പോസിറ്റീവ് ക്ലോസിങ്ങാണ് നിഫ്റ്റി വന്നിരിക്കുന്നത്. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ താഴേക്ക് ഇറങ്ങി തിരിച്ച് കയറി ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ ഭാഗത്തിനും തൊട്ട് മുകളിൽ തന്നെ അവൻ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും എൻ്റെ ഒരു അഭിപ്രായ പ്രകാരമാണെങ്കിൽ നിഫ്റ്റി നല്ലൊരു ക്ലോസിങ്ങാണ് ഇൻഡെക്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റിന് ഇനി അങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ കാണുമ്പോൾ അറിയാം. സ്ട്രക്ചർ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുകയാണ് ഈ ഇത്രയും പോയിന്റ് കിടന്ന് കളിക്കുന്നു. നിഫ്റ്റി ആണെങ്കിൽ കൂടെ ഏകദേശം പറഞ്ഞാൽ ഈ ഒരു ഇത്രയും പോലെ കിടന്ന് ഏകദേശം 23,300 to 23,500 എന്ന് പറഞ്ഞാൽ ആ 300 പോയിന്റ് തന്നെ നിഫ്റ്റിയും കിടന്ന് കളിക്കുന്നു. 51,200 തൊട്ട് 51,800 എന്ന് പറഞ്ഞാൽ 600 പോയിന്റ് തന്നെ ബാങ്ക് നിഫ്റ്റിയും കളിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നോക്കി അനലൈസ് ചെയ്ത് നമുക്ക് ബാക്കി ലെവൽസ് ഒക്കെ വരയ്ക്കാം. സോ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. അതുകൂടാതെ അവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ലാർജ് പ്രൊഫൈലാണ്. ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇറങ്ങി ഏകദേശം പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ 19-ാം തീയതിയുള്ള ജൂണിലുള്ള ആ ഒരു സിംഗിൾ പ്രിൻ്റിൻ്റെ ഭാഗത്തുനിന്നും LVൻ്റെ ഭാഗത്തുനിന്നും ചെറിയ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി നോർമൽ ഫസ്റ്റ് ടാർഗറ്റ് CPയിൽ ഡിയിൽ തന്നു, ഇയിൽ സെക്കൻഡ് ടാർഗറ്റും തന്നതിന് ശേഷം ആശാൻ അവിടെ തന്നെ കിടന്ന് കളിക്കുകയും ചെയ്തു. അപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ടൈപ്പ് പ്രകാരം. അതുകൂടാതെ ഡേ ടൈപ്പ് വന്ന് പറഞ്ഞ് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. ഇന്നത്തെ POC വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ POC ഫോർമേഷൻ വന്നിരിക്കുന്നത് 51,655 അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് 51,787 സോ വിവാപ്പ് വന്നേക്കുന്നത് 51,494 ഭാഗത്തുമാണ് വിവാപ്പ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ട നാളെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോയാൽ എങ്ങനെയായിരിക്കും. എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ 51,800 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52,133 എന്ന് പറഞ്ഞ ഒരു ടാർഗറ്റും 52,133 മുകളിൽ 52,389 52,389 മുകളിൽ 52,506 പറഞ്ഞ ഈ SD ബാങ്കിൻ്റെ ഒരു ലെവലും വരാം. കാരണം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ടാർഗറ്റ് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് വെച്ചാൽ കാരണം വേറെ ഒന്നുമില്ല, നമ്മളുടെ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ ആകുമ്പോൾ ഇത് അൺചാർട്ടഡ് ടെറിട്ടറിയിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബാലൻസിൻ്റെ ആ ഒരു വെച്ച് മാത്രമേ ഒരു മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ എളുപ്പമായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബാൻഡിൻ്റെ ഒരു ടാർഗറ്റ് തേർഡ് ടാർഗറ്റായിട്ട് പറഞ്ഞത്. അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 51,800 മുകളിൽ 52,133, അതിന് മുകളിൽ 52,389, അതിന് മുകളിൽ 52,563 വരാം. ഇനി താഴോട്ടാണെങ്കിൽ 51,650 എന്ന് പറഞ്ഞ ഇന്നത്തെ POC ഭയങ്കര സപ്പോർട്ടാണ് 655. അതിന് താഴെ 51,494, അതിന് താഴെ 51,203 എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടും ഈ 51,205 താഴെ നമ്മുടെ ട്രെൻഡ് ഡേ POC ആയ 19 ജൂണിലെ POC ആയ 51,035 വരാൻ ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് ഈ ലെവലൊന്ന് വരച്ച് വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. അപ്പം ഞാൻ ഈ ലെവലൊക്കെ ഒന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവലിൽ നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ POC എത്രയാണ്? 51,655 നമ്മളെ POC. അപ്പം ഞാനത് 51,655 എന്ന് പറഞ്ഞാൽ POC ഞാൻ വരച്ചിട്ടുണ്ട്. POCയുടെ കളർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. POCയുടെ കളർ വന്ന് മഗ്നറ്റാണ്. അതിന് മുകളിൽ നമ്മുടെ സ്ട്രോങ് റെസിസ്റ്റൻസ് 51,805 ആണ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അതാണ് LV എന്ന് പറയും, ലോ വാല്യൂ നോഡാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ വരച്ച് ബ്ലാക്ക് വരച്ചിട്ട് ഇനി അതിന് മുകളിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 52,133, 52,123, അതിന് മുകളിൽ 52,389, 52,389. അത് കൃത്യമായി നമ്മൾ വരച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് നമുക്ക് ആ ഡെസ്റ്റിനേഷൻ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. 52,381 മുകളിൽ 52,563, 52,563 ഇതാണ് നമ്മുടെ മുകളിലത്തുള്ള ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റി. ഇനി താഴോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 51,655 സപ്പോർട്ടാണ്. അതായത് 495 എന്ന് പറഞ്ഞാൽ VWAP, അതും കുറച്ച് താഴെയാണ്. ഞാനത് സപ്പോർട്ട് പച്ച കളറായി നമ്മളെ പച്ച
അതിന് താഴെ 51,204 51,204. അതിന് താഴെ നമ്മളെ ട്രെൻഡ് ഡേ 19 ജൂണിലെ ട്രെൻഡ് ഡേ POC ആയ 51,035. ഇതായിരിക്കും നമ്മുടെ ഒരു നാളത്തേക്കുള്ള ലെവൽ. അപ്പോൾ നിങ്ങൾ വ്യക്തമായി ആലോചിച്ച് വെച്ചൊക്കെ ഈ ലെവലിൽ മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഈ ട്രേഡ് നിങ്ങൾക്ക് സക്സസ്ഫുള്ളായി ചെയ്യാം. നമുക്കൊരു വരുന്ന വീഡിയോസിൽ ഒരു വീഡിയോയിൽ നമുക്ക് ഹൗ ടു ട്രേഡ് വിത്ത് മാർക്കറ്റ് പ്രൊഫൈൽസ് ലെവൽ എന്ന് പറഞ്ഞ് ഞാനത് നിങ്ങൾക്ക് ഒരു വിശദമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരുന്നതാണ്. അത് നമുക്ക് അന്നത്തേക്ക് നോക്കാം. ഇനി അടുത്ത് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ലെവൽ. ബാങ്ക് നിഫ്റ്റിയെ പോലെ ആയിരുന്നു. നിഫ്റ്റി കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു ബാലൻസ് ആയിരുന്നു. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച, അതായത് ജൂൺ 10 ഉള്ള ആ ആഴ്ചൻ്റെ POCയുടെ ഭാഗത്തുനിന്ന് ഏകദേശം റിജക്റ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് പോയി. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സാണ്. ഓപ്പൺ ടൈപ്പും നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ഇന്ന്. POC വന്നിരിക്കുന്നത് 23,535 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. അവൻ ക്രോസ് ചെയ്തിരിക്കുന്നത് 554 ഭാഗത്താണ്. അപ്പം നമുക്ക് നോക്കേണ്ടത് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എപ്പോഴും ഒരു കാര്യം നിങ്ങളത് പറഞ്ഞ പോലെ വീണ്ടും പറയണം. 23,610 എന്ന് പറഞ്ഞ ആ ഒരു റെസൻസിന് മുകളിൽ മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ ബൈ എടുക്കുന്നുള്ളൂ. 23,610 മുകളിൽ നമ്മൾ പറഞ്ഞ പോലെ 670, 730, 23,743. ഇനി താഴോട്ടാണെങ്കിൽ 23,540 ഒരു സപ്പോർട്ടാണ്. 535 താഴെയാണെങ്കിൽ 23,475, 475 താഴെ 23,420, 420 താഴെ 23,351, 351 താഴെ 23,320 സപ്പോർട്ടാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങളൊരു കാര്യം ഓർത്തോളുക. കഴിഞ്ഞ 2 ആഴ്ച 10 ദിവസം വരെ നിഫ്റ്റി ബാലൻസിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണോ ആശാനൊന്ന് പൊട്ടി താഴോട്ടോ നല്ല ഉഗ്ര മൂവ്മെൻറ്റ് തരാം. ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ അടപടലം കൊണ്ടുപോകുന്നൊരു മൂവ്മെൻറ്റ് എന്ന് വേണോ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ പ്രതീക്ഷ നിങ്ങൾ വച്ച് ട്രേഡ് ചെയ്യുക. നിങ്ങൾ ഈ ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ വ്യക്തമായി ഓർത്ത് വെച്ചേക്കുക. നിഫ്റ്റിയിൽ നമ്മൾ നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഞാൻ ആദ്യം ഈ ലെവൽസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ ലെവൽസ് വയ്ക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 23,535 നമ്മളെ POC. അപ്പോൾ നമുക്ക് 23,535 എന്ന് പറഞ്ഞ POC വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കാം. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ അടുത്ത വരുന്നത് നമുക്ക് ആദ്യം സപ്പോർട്ട് എടുക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് സപ്പോർട്ട് എത്രയാണ്? 23,474, 23,475 നമുക്ക് ഫസ്റ്റ് സപ്പോർട്ടാണ്. അത് എത്രയാണ്? അത് നമ്മുടെ സപ്പോർട്ട് ആയതുകൊണ്ട് VWAP ആയതുകൊണ്ട് ഞാൻ നീല കളർ വെച്ചു. അതിന് താഴെ അടുത്തത് 23,420, 23,420. ഓക്കെ. അതിന് താഴെ 23,351, 23,351. അതിന് താഴെ 23,320 എന്ന് പറഞ്ഞാൽ അടുത്ത സമയം 23,320. ഓക്കെ. ഇത് വച്ചു. നമുക്ക് ഈ കളർ, ഈ സപ്പോർട്ടിൻ്റെ എല്ലാം കളർ എന്താണ്? പച്ച കളറ്. അപ്പോൾ നമുക്ക് ആ പച്ച കളർ കൊടുക്കാമോ? ഓക്കെ. പച്ച കൊടുത്തു. അടുത്ത ഇത് പച്ച കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ആകുമ്പോൾ നമ്മളെ കളർ കൃത്യമായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ആ കളർ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ സപ്പോർട്ടാണ് റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക അത് എല്ലാം ഒരേ വരയ്ക്കുന്ന VWAP എന്ന് ചോദിക്കുക. അങ്ങനെയല്ലോ. ഇനി നമുക്ക് മോളോട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 23,610 ഫസ്റ്റ് റെസിസ്റ്റൻസ്. 23,610 അത് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ നീങ്ങുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എന്ത് പറ്റും? മുകളിൽ കറുപ്പ്. അതിന് മുകളിൽ 670, 23,670. ഓക്കെ. 23,670 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചോട്ടെ. ഓക്കെ. അതിന് മുകളിൽ 23,730, 23,730, 23,730. ഓക്കെ. അതിന് മുകളിൽ 23,843. അതാണ് നമ്മൾ അടുത്ത 23,843. ഇതാണ് നമ്മുടെ അടുത്ത ലെവൽ. പുറത്തോളുക. മാർക്കറ്റ് വ്യക്തമായി പറയുകയാണെങ്കിൽ പ്യുവർ ബാലൻസിൽ 2 ആഴ്ചയായിട്ട് നിഫ്റ്റി പൊക്കോണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയിൽ എപ്പോൾ വേണോ അടപടലം റൈറ്റേഴ്സിൻ്റെ പണി കൊടുത്തുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾ കൃത്യമായിട്ട് പറയുക, വീഡിയോ ലേറ്റായത് നമ്മൾ എൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ചെറിയ ഉത്സവം ആയതുകൊണ്ട് ഈ നമ്മുടെ ഏതാണ് ഉച്ചഭാഷണിയുടെ, അതായത് നമ്മുടെ സൗണ്ടിൻ്റെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഡേറ്റായി പോയത്. അത് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ചൊരു കാര്യം ഓർത്തുകൊള്ളുക, ക്വാൺ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതായത് അതിന് സന്ദീപ് ടണ്ടൻ വന്ന് ഫ്രണ്ട് റണ്ണിങ്, അതായത് ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞാൽ അയാൾ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടിൽ മേടിക്കുന്ന സമയത്ത് തന്നെ അതിന് മുമ്പേ അയാൾ ആ പർട്ടിക്കുലർ സ്റ്റോക്സിൻ്റെ ഷെയർസ് അയാളുടെ പല ബിനാമി അക്കൗണ്ടിൽ വാങ്ങിച്ച് വെച്ച് ആ ഷെയർസിൻ്റെ വില കൂട്ടി അയാൾ പ്രോഫിറ്റ് എടുത്തുന്ന രീതിയിലേക്കാണ് സെബി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ വരാം. പ്രത്യേകിച്ച് ആ കോൺ മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 90,000 കോടി, ഏകദേശം 1,00,000 കോടി അടുപ്പിച്ച് ഫണ്ടുള്ള ഒരു AUM ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് എന്തെങ്കിലും റിഡംഷൻ വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ വളരെയധികം രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി ഓർത്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിന്ന് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുത്തൻ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഗുഡ് നൈറ്റ് ഫോർ ആൾ.